രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയെ ലൈവിനകത്ത് കൊണ്ടുവന്ന് രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തിൽ എന്ത് കൂടുതലായതുകൊണ്ട് 2ാമത്തെ പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഇൻ്റർവ്യൂവിനകത്ത് കൂടുതലും റിനിയെ പറ്റിയിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. അപ്പം റിനി ആരാന്നൊക്കെ നമുക്കറിയാം. റിനിയാണ് ഈ ഒരു വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരു കേസ് എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തത്, ഇത്രയും വിഷയം ആക്കിയത് ഈ റിനി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പം റിനിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ഈ രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോക്കകത്ത് ഈ പറഞ്ഞിട്ടുള്ള VD സതീശനെ പറ്റിയിട്ടും അതുപോലെ കോൺഗ്രസ് പാർട്ടിയൊക്കെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിക്ക് മാത്രമല്ല ഇതിനകത്ത് പങ്കുള്ളത്. ഇപ്പം ഭരണപക്ഷത്ത് മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഭരണപക്ഷവും അതുപോലെ പ്രതിപക്ഷവും എല്ലാവരും കൂടെ ചേർന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഭരണപക്ഷത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് അവരെന്താണ് ചെയ്തത്, ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്താണ് ചെയ്തത്, അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഈ ഇങ്ങനൊരു ആരോപണം വന്നപ്പോഴത്തേക്ക് അത് എന്താണ്, സത്യമാണോ കള്ളമാണോ, ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പേ ആണ് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് 2 കൂട്ടർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചു പുറത്താക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കുമെന്ന് കുറച്ച് ആളുകൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയാണ് പുള്ളിയെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഒരു ആരോപണം വരുന്ന സമയത്ത് ആ വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പോലും ഒന്ന് അന്വേഷിക്കാതെ എത്രയും പെട്ടെന്ന് ആ ഒരു ആരോപണം കേട്ട പാടെ കേൾക്കാത്ത പാതി ആ പുള്ളിയെ എടുത്ത് അപ്പോഴേ പുറത്തോട്ട് കളയ്ക്കുക. അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ ഒരു പരാതി വരാൻ കാത്തിരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ എന്നാലും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഒരു പാർട്ടി മാത്രമല്ല രാഹുലിനെ തകർക്കാൻ നോക്കുന്നത്, സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ ഉൾപ്പെടെയാണ് രാഹുലിനെ തകർക്കാൻ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുൽ നിരപരാധിയാണ്, രാഹുൽ തിരിച്ചു വരും, ശക്തനായിട്ട് തിരിച്ചു വരും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി രാഹുൽ ഈശ്വർ ഇട്ട ആ ഒരു വീഡിയോ ഒന്ന് കാണാം. കുറിച്ച് മാഡത്തിന്റെ വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലും അത് കേൾക്കുന്ന ഒരാൾക്ക് അതിന്റെ സത്യസന്ധത മനസ്സിലാവും. അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. മാഡത്തിന്റെ ആ വിഷയത്തെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽ പറയാം. തീർച്ചയായിട്ടും ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എല്ലാ ചാനൽ ചർച്ചകളിലും ഈ വിഷയത്തിന്റെ വക്താവായി വരുന്ന ഒരാളാണ്. അപ്പൊ ചാനലുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായാലും ആദ്യം പ്രതികരണം ചോദിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോ ആ വ്യക്തി ആ സ്ത്രീ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയെന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദിവസം രാത്രി 12:30-ക്ക് ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇവിടെ ആദ്യം തന്നെ പറയട്ടെ, ശ്രീനാദേവി കുഞ്ഞമ്മ നട്ടലുള്ളൊരു വനിത, ഒരു രാഷ്ട്രീയ നേതാവെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇങ്ങനെ വേണം, സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ പഠിക്കണം. ഇനി ആരാണെങ്കിലും ഇവിടെ ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവർ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം CPM-ൽ നിന്ന വ്യക്തിയാണല്ലോ. CPM-ൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ്, സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഇവരെ ആ പാർട്ടി പുറത്താക്കിയത്. അതിനുശേഷമാണ് കോൺഗ്രസ്സിലേക്ക് വന്നത്. കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷവും ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത്.
ഇവർക്ക് ഈ പറഞ്ഞ് ഇവർ ഇതിനോട് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് കള്ളം പറഞ്ഞ് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനാണ് ഇവർക്ക് ആഗ്രഹമെങ്കിൽ ഇവർ എന്തിന് സത്യം പറയേണ്ടതായിട്ടുള്ള കാര്യമില്ലായിരുന്നല്ലോ. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ പുറത്താക്കി, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും സത്യം പറഞ്ഞതിൻ്റെ പേരിലും അതിനുശേഷം കോൺഗ്രസിലേക്ക് വന്ന്, അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്തത്? ഈ ഒരു ആരോപണം കേട്ട സമയത്തും കേൾക്കുന്നതിന് മുമ്പേ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCCക്ക് പോലും പരാതി പോകുന്നതിന് മുമ്പാണ്, അത് എന്താണെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കാതെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും രാഹുലിനെ പുറത്ത് പടിയിറക്കി പിണ്ടം വെച്ചെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അടിച്ചിറക്കി അപ്പോഴേ എടുത്ത് കളഞ്ഞു, അവിടെ എല്ലാ ചാണകവെള്ളം തളിച്ചെന്നൊക്കെ പറയുമല്ലോ. ആ രീതിയിൽ നമ്മൾ കണ്ടത് അല്ലേ. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ രാഹുലിനെ വിമർശിച്ച് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. രാഹുൽ എന്തോ തെറ്റ് ചെയ്തു, രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചതുപോലെയാണുള്ള സംസാരങ്ങളായിരുന്നു പല നേതാക്കന്മാരെയും വായിൽ നിന്ന് നമ്മൾ കണ്ടത്. രാഹുലിനെതിരെ നടപടിയെടുത്തല്ലോ, രാഹുലിനെ പാർട്ടി പുറത്താക്കിയല്ലോ, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു സംസാരമൊക്കെയാണ് പലയിടത്തു നിന്ന് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പോലും നമ്മൾ അങ്ങനെയാണ് കണ്ടത്, VD സതീശൻ്റെ ഭാഗത്തു നിന്ന് പോലും അല്ലേ. അപ്പോൾ അങ്ങനെ നിന്നിരുന്നൊരു സമയത്ത് പോലും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ അതിശക്തമായിട്ട് സത്യം പറഞ്ഞുകൊണ്ട് രംഗത്തോട്ട് വരികയും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ പാർട്ടി പുറത്താക്കിയാൽ പോലും തനിക്ക്, കാരണം പുറത്താക്കി കഴിഞ്ഞാൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ BJP ആണ്. BJPയിൽ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ പോകുമെന്ന് തോന്നുന്നില്ല. അപ്പം ഈ ആദ്യം CPM-ൽ നിന്ന് പുറത്താക്കി രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്നിട്ട് വീണ്ടും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തനിക്കെതിരെ പാർട്ടി നിലപാടെടുക്കും എന്ന് നല്ല ബോധത്തോടു കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ പബ്ലിക്കിൽ വന്ന് ആ ഒരു സത്യം പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്നിട്ട് പോലും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പേടിയില്ല സത്യം പറയാൻ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കോണം ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന്. കാരണം അവർക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. കള്ളം പറഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം നിന്നിരുന്ന പാർട്ടിയിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കാമായിരുന്നു അല്ലേ. പാർട്ടി പുറത്താക്കി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു വ്യക്തിയെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകത്ത് തന്നെ അയാളെ ഭാഗത്തുനിന്ന് എനിക്കൊരു മോശം അനുഭവം അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകൾ, സന്ദേശങ്ങൾ എനിക്ക് അയച്ചു എന്ന് പറയുന്ന ആൾ അതിനൊക്കെ ശേഷം ടെലിഗ്രാമിൽ വീഡിയോ കോൾ ചെയ്യാനെ കൊണ്ട് എന്തിന് വിളിച്ചു, എന്തിന് ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റ് ചെയ്യാൻ വരാൻ എന്തിന് പറഞ്ഞു? പിന്നെ ഈ പറഞ്ഞിട്ടുള്ള റിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ജേർണലിസ്റ്റാണ്, നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് അത് നിയമപരമായിട്ട് പ്രതികരിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ചാനലുകളിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അല്ലേ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. എന്തായാലും കൊള്ളാം. എന്തായാലും ഇതൊക്കെ നല്ലൊരു തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ കിട്ടാതെ പോയി, തിരക്കഥ മോശമായി പോയി, അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കിയും കൂടെ കേട്ട് നോക്കാം. പക്ഷെ പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് അത്തരം റോട്ടൻ തിയറീസ് ആക്ച്വലി ചീമട്ടയുടെ ദുർഗന്ധം ഉണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സിന്. സോ അങ്ങനെ ഒരു റോട്ടൻ തിയറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ഭാഷയല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തിനെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഒരുപക്ഷെ UMLA രാത്രി 12:30 ശേഷമൊക്കെ വീഡിയോ കോൾ ചെയ്യുക, പ്ലീസ് കം ടു ടെലഗ്രാം. അതായത് നമുക്കതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം അല്ലേ. അതായത് ശ്രീനാജിക്ക് കുടുംബ സുഹൃത്താണ്, ശ്രീനാജി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ്, അമ്മയുടെയും സഹോദരിയുടെ ഒക്കെ കുടുംബ സുഹൃത്താണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കാം. ഇതിനുള്ളൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് കുറേ ആളുകൾ പറയുന്നതൊക്കെ കമൻറ്റിലൂടെയും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ശ്രീനാദേവി കുഞ്ഞമ്മ എങ്ങനെ ഈ ഒരു വിഷയം അറിഞ്ഞു? രാത്രി 12 മണിക്ക് എന്നെ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ 12 മണിക്ക് വീഡിയോ കോൾ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മ അറിഞ്ഞു? ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും മാത്രം എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്ന, ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇത്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാമിലിയും ആയിട്ട് നല്ലൊരു കുടുംബ ബന്ധം ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളൊരു വിഷയം വരുന്ന സമയത്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാമിലി ആയിട്ടായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചർച്ച ചെയ്യുകയും
ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ വേണ്ടപ്പെട്ട ആളുകളോട് അത് പറയുകയും എന്തിനു പറയും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന്റെ കയ്യിൽ തന്നെ ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനിയുമായിട്ട് ബന്ധപ്പെട്ട് ഫെനിയുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ അഭിഭാഷകന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊന്നും നമുക്കറിയത്തില്ല. അപ്പം അതുപോലെയാണ് ഇവിടെയും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുംബവും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അവർ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ രാത്രി 12 മണിക്ക് വീഡിയോ കോൾ ചെയ്യാൻ ക്ഷണിച്ചു എന്ന്. അങ്ങനെയായിരിക്കാം ഈ ശ്രീനാദേവി കുഞ്ഞമ്മ അറിഞ്ഞിട്ടുള്ളത് തന്നെ. അതിനെ കുറേ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലുമായിട്ട് എന്താണ് ബന്ധം, രാത്രി 12:30 വീഡിയോ കോൾ വിളിച്ച് ഇത് ശ്രീനാദേവി കുഞ്ഞമ്മ എടുത്ത് പറയണമെങ്കിൽ അത്രമാത്രം രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവി കുഞ്ഞമ്മയും എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വന്നല്ലോ. അപ്പോൾ ആ ഒരു എങ്ങനെ അറിഞ്ഞു, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്നതിനുള്ള ഒരു ക്ലാരിറ്റി വന്നല്ലോ. അത് സ്വാഭാവികമാണ്. ആരാണെങ്കിലും അങ്ങനെ ഒരു കുടുംബ സുഹൃത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധമുള്ള ആളുകൾ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം കുടുംബക്കാരത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, തെളിവുകൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും നമുക്കറിയത്തില്ലല്ലോ. എന്തിനു പറയാം, ഇപ്പം വന്നിട്ടുള്ള ഈ വോയിസ് മെസ്സേജും അതുപോലെ ഈ വാട്സാപ്പ് ചാറ്റുകളും തന്നെ അത് ഒരു വാലും തലയും ഇല്ലാത്ത എന്താണ് സത്യം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അങ്ങനെ എന്നുണ്ടെങ്കിൽ ആ ഫുൾ ചാറ്റും അല്ലെങ്കിൽ അതുപോലെ ഫുൾ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം പുറത്ത് വേണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അറ്റവും മൂലം കേൾപ്പിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്കിയും കൂടെ കേട്ടോളാം. ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊക്കെയാണല്ലോ ഇത് പുറം ലോകം അറിയുക. അതല്ലാത്തയിടത്ത് എനിക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഈ വിഷയത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കണമെന്നോ അനുകൂലമായി നിൽക്കണമെന്നോ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല ഞാൻ. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിതിനകത്തുള്ള ഒരു അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കുടുംബത്തോട് വലിയ അടുപ്പമുണ്ട്, വലിയ പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ എനിക്ക് എങ്ങനെയാണ് ആധികാരികമായിട്ട് വിഷയം പറയാൻ സാധിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹം കേരള സമൂഹത്തെ അവര് നുണ പറഞ്ഞ് അപലപിച്ചു, മാനിപ്പുലേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു കുപ്രശസ്തി whatever it is, ഒരു ബ്രാഞ്ചി ലൈൻ, അങ്ങനെ എനിക്ക് ഇതിനിപ്പോ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ഇത്രയും നുണ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, മറച്ചു വെക്കുക, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സോ അത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുവാണ് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മൂന്നാമത്തെ പരാതിയിൽ നമുക്കത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 2 പരാതിയിലും ജാമ്യം കിട്ടി, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പരാതിയിൽ കൊണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബലമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അതിലൂടെ കുറേ മാനിപ്പുലേഷനൊക്കെ നടത്തി രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഒരു കൊടൂര ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കുന്ന കുറേ മാനിപ്പുലേഷനൊക്കെയാണ് നമ്മൾ അവിടെ എവിടെയും കണ്ടിട്ടുള്ളത്. ഇനി ഇപ്പം തന്നെ എത്രയോ മന്ത്രിമാർ, എത്രയോ MLA ഇപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളുകൾ, എത്ര ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള പാർലമെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. എത്ര പേര് ഇപ്പോഴും മന്ത്രിമാരായിട്ടും MLA എപ്പോഴും ഇത്രയും വർഷമായിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പം മുകേഷ് MLA മുകേഷിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിയേ. സ്ത്രീകളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുകേഷിന് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അതിന് മുകേഷിൻ്റെ ഒരുപാട് വാർത്തകളും ഒരുപാട് വോയിസ് ക്ലിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഒരാളെ ഫോഴ്സ് ചെയ്യുന്നത്, വരണം, അല്ലെങ്കിൽ റൂമിലേക്ക് വരണം, നീ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളതൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികളായിട്ടുള്ള ആളുകളൊക്കെ ഉഭയകക്ഷി പ്രകാരമാണെന്നുള്ള തെളിവും കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം എവിടെയും ഒരു ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരിയും ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, നീ വരണം, റൂമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊന്നും എവിടെയും സംസാരിക്കുന്നതായിട്ടുള്ള തെളിവും കാര്യങ്ങളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഞാനിവിടെ ഒരു മുകേഷിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ വെച്ചുതരാം. അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഈ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴും ഓരോ സ്ഥാനത്തിരുന്ന് ഭരിച്ചുകൊണ്ട് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്
അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ എന്തോടെ അങ്ങനെയാണെങ്കിൽ മുകേഷിനെയൊക്കെ എന്നേ പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ ഉള്ള വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പോഴും അവരൊക്കെ ഭരണത്തിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നില്ലേ? അപ്പം അത്രയും ഇതൊന്നും അല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിട്ട് രാഷ്ട്രീയപരമാക്കി അതെടുത്ത് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ, ഉമ്മൻചാണ്ടിയെ തകർത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും മുകേഷിൻ്റെ ആ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഇവിടെ നിന്ന് വെക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെ എന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ. അത് ഭയങ്കര പരിഗണന. അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണിയങ്ങാണ്ട് കഴിയുമ്പോൾ മുകേഷ് ചേട്ടൻ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുണ്ട്. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് രസമായി കേട്ടോ. ഞാനേ എന്തെല്ലാം പരിപാടികൾ എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച്, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നത്. ഞാൻ വാക്കായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ല ഇതിന്റെ ഇല്ലില്ല. അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു. അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ഭയങ്കര സംഭവമല്ലേ? അതൊക്കെ കേട്ടല്ലോ. മുകേഷ് മാത്രമല്ല, മുകേഷിനെ പോലെ ഈ പെണ്ണ് കേസിൽ വിഷയമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഭരണപക്ഷത്തിരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്താൽ കൊള്ളാം. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യും. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയുടെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം.